സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഉപകരണക്ഷാമം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം 10 വർഷമായിട്ടും സിസ്റ്റത്തിന്റെ തകരാർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലേ എന്ന് പ്രതിപക്ഷം ചോദിച്ചു. രോഗികൾ പണം നൽകി ഉപകരണങ്ങൾ വാങ്ങിക്കുന്നത് സർക്കാർ നയത്തിന് വിരുദ്ധമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങളിൽ പ്രതിപക്ഷ നേതാവിനെ മന്ത്രി സംവാദത്തിന് വെല്ലുവിളിച്ചു. ചോദ്യോത്തരവേളയിൽ ആരോഗ്യവകുപ്പിലെ വീഴ്ചകൾ ഉന്നയിച്ചായിരുന്നു പ്രതിപക്ഷ വിമർശനം. വകുപ്പിന് കപ്പിത്താനില്ലെന്നും വിമർശനം. ഈ 10 വർഷം കഴിയുമ്പോഴും ഈ സിസ്റ്റത്തിന്റെ തകരാർ എന്താണെന്ന് ഗവൺമെന്റ് പരിശോധിച്ചിട്ടുണ്ടോ? സിസ്റ്റത്തിന്റെ തകരാർ എന്താണെന്ന് അത് പരിഹരിക്കാനുള്ള എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? സംവിധാനങ്ങളിൽ കാലോചിതമായ മാറ്റം വേണമെന്ന് മന്ത്രിയുടെ പ്രതികരണം. സർക്കാർ സംവിധാനത്തിൽ സ്വകാര്യ മേഖല പോലെ നമുക്കൊരു എക്യുപ്മെന്റ് പ്രൊക്യൂർ ചെയ്യാൻ കഴിയില്ല സാർ. എന്താണ് ഞാൻ പറഞ്ഞതെന്നുള്ളത് വളരെ വ്യക്തമായി അത് കൃത്യമായിട്ട് മനസ്സിലാകേണ്ടവർ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് സാർ. ശസ്ത്രക്രിയയ്ക്ക് പോകേണ്ടവർ പഞ്ഞി വരെ വാങ്ങിക്കൊണ്ടുവരേണ്ട ഗതികേടെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സർജറിക്ക് പോയപ്പോൾ മേടിക്കേണ്ട പഞ്ഞി വരെ വാങ്ങിച്ചുകൊണ്ടാണ് സർജറിക്ക് പോകേണ്ട സ്ഥിതി ഉണ്ടായത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗത്തിൽ ചികിത്സയ്ക്ക് വന്ന ചില രോഗികൾ പുറത്തുനിന്ന് ഉപകരണങ്ങൾ വാങ്ങി നൽകിയതായി അന്വേഷണ റിപ്പോർട്ടിലുണ്ടെന്ന് ആരോഗ്യമന്ത്രി സമ്മതിച്ചു. കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുകയല്ല, സംരക്ഷിക്കുകയാണ് ആരോഗ്യവകുപ്പിന്റെ ദൗത്യമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരോക്ഷമായി പരാമർശിച്ച് മന്ത്രി. സാർ, കുഞ്ഞുങ്ങളെ ഇല്ലാതെയാക്കുകയല്ല സാർ, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയാണ് സാർ ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. ആരോഗ്യമേഖലയെ UDF സർക്കാരിന്റെ കാലത്തെ ആരോഗ്യമേഖലയുമായി താരതമ്യപ്പെടുത്തിയ മന്ത്രി വീണ ജോർജിന്റെ മറുപടിയും വാക്കുതർക്കത്തിനിടയാക്കി. ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങളിൽ പ്രതിപക്ഷ നേതാവിനെ സംവാദത്തിന് മന്ത്രി വെല്ലുവിളിച്ചു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.